വേണ്ട, അഭ്യാസം കാണിക്കാതെ നിന്നോണം, അല്ലെങ്കിൽ വിവരം അറിയും. ഇത്രയും കാലം എല്ലാ കൊള്ളരുതായ്മകളും ക്ഷമിച്ചത് ജഗനെയും സുമലതാമ്മയും ഓർത്തിട്ടാ. ഇത്രയും വലിയൊരു ചതി നടന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ആരുടെയും മുഖമൊന്നും നോക്കുന്നില്ല. ഗൂഢാലോചനയിൽ എന്നെ കുടിക്കവരുടെ ലക്ഷ്യം ഞാനല്ല, കുറുപ്പ് സാറാ. കുറുപ്പ് സാറിന്റെ നാശമാണ് അവരുടെ ലക്ഷ്യം. ബുദ്ധിമാനായ കുറുപ്പ് സാറ് ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാ പ്രതിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതെ, നിന്റെ വിശദീകരണമൊക്കെ മതി. ചിലക്കാതെ ഇറങ്ങി പോടി. ദേ, വന്നിരിക്കുന്നത് എന്റെ മരുമോള. എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. വാ വന്ദനെ. വന്ദന എന്ന സമാധാനത്തോടെ പോയിക്കോ. ഹലോ, എന്താണ് മരുമകളോട് പോകാൻ പറയുന്നതിന് മുമ്പ് സമാധാനമായിട്ട് എന്ന് കുറച്ച് അക്ഷരങ്ങൾ വാരി വെതറിയത്? എന്റെ സമാധാനമാകെ തകർത്ത മരുമകൾക്ക് ഇപ്പൊ എന്ത് സമാധാനമാ നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവൾ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. തൽക്കാലത്തേക്ക് ഞാൻ ഇവളെ വിശ്വസിക്കുന്നു. അതെ, വിശ്വാസം വരേണ്ടത് എനിക്കാ. അടുക്കളയിൽ കിടക്കുന്ന നിന്റെ അഭിമാനമൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഇവൾ എന്നോട് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇവളെ ഉള്ളുരുകി ശപിച്ചിരിക്കും. ആ ശാപം മരണം വരെ ഇവളെ വേട്ടയാടുകയും ചെയ്യും. ഞാൻ കള്ളം പറയാറില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിന്തുടരുന്ന ശാപത്തെയും ഞാൻ വിശ്വസിക്കുന്നു. ശാപബലം അനുഭവിച്ചോണം. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ ശാപവും പാപവും ഒക്കെ. ശരി, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അകത്തെന്തായിരുന്നു ചർച്ച? അവൾ കൊണ്ടുവരുന്ന സ്ത്രീധന പണം ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ചായിരുന്നോ? നിങ്ങൾക്ക് നാക്കെടുത്ത സ്ത്രീധനത്തിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളോ? അതെ, അതാണല്ലോ ഇപ്പൊ കുറുപ്പിന്റെ നേർക്ക് പല്ലിളിച്ച് നിൽക്കുന്ന കീറാമുട്ടി. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. സമുന്നതനായ രാഷ്ട്രീയ നേതാവ് കരുണാകരക്കുറുപ്പ് ലക്ഷങ്ങൾ സ്ത്രീധനം ചോദിച്ചിരിക്കുന്നു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം. അത് കുറുപ്പിൽ അടിച്ചേൽപ്പിച്ച മരുമകളുമായിട്ടായിരുന്നല്ലോ അമ്മായിയമ്മയുടെ ചർച്ച. അപ്പൊ സ്ത്രീധനം എന്ന വാക്ക് പറയുന്നത് സ്വാഭാവികമല്ലേ? വന്ദന എന്നോട് സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം, ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിന് മാത്രമേ അറിയാൻ കഴിയൂ. അതെ, വന്ദന പറഞ്ഞ സത്യമെന്താ അതെനിക്ക് അറിയണം. ആ, എനിക്കും അതറിയണം. എന്താ ആ ശാപം പിടിച്ചവള് പറഞ്ഞ സത്യം? നാത്തൂന് അതറിയാതെ ഇരിക്കപ്പുറതി ഇല്ല അല്ലേ? അത് പിന്നെ എനിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ലല്ലോ. എന്റെ സഹോദരനെ പ്രതികൂലമായി ബാധിക്കുന്ന സത്യം എന്താണെന്ന് എനിക്കറിയണ്ടേ? ഏതെങ്കിലും ഒരുത്തി ഒരുക്കുന്ന ചതിക്കുഴിയിൽ നിന്ന് എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. സത്യം എന്നായാലും ശക്തിയോടെ പുറത്തേക്ക് വരുമെന്ന് നാത്തൂൻ മറക്കരുത്. ആരെയാ നോക്കുന്നത് അച്ഛമ്മേ? അല്ല, അത് അച്ഛമ്മയ്ക്ക് ആരെയാ കാണേണ്ടത്? അച്ഛമ്മ, എന്താ പ്രശ്നം? അച്ഛമ്മേ, യജ്ഞനും വന്ദനയുമാ? അച്ഛമ്മേ, ഒന്നും ഭയക്കാതെ പറ.
അച്ഛമ്മയ്ക്ക് എന്താ വേണ്ടത്? ജഗ, വെള്ളം ചോദിക്കുന്നു. ആ, ഒരു മിനിറ്റ്. അച്ഛമ്മേ, വേഗം തന്നെ. അച്ഛമ്മേ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അച്ഛമ്മേ, വിക്രം ഇവിടെ ഇല്ല. അച്ഛമ്മ വിക്രത്തെയാണോ പേടിക്കുന്നത്?